ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്നേഹ ആൻഡ് നവീൻ ഡയറീസ്. സോ ഇത് നിങ്ങൾ കാണുന്നത് എൻ്റെ വീട്ടിൻ്റെ ഇപ്പോഴത്തെ കോലമാണ്. ദാറ്റ് ഈസ് ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം. സോ ന്യൂ ഇയറിൻ്റെ മുന്നേ നമ്മളൊരു ഡിസംബർ 11th ഒക്കെ ആകുമ്പം നാട്ടിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. സോ നാട്ടിൽ പോകുന്നതിന് മുന്നേ എൻ്റെ വീടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് പോവാ എന്ന് വിചാരിച്ചു. പൊതുവേ നാട്ടിലൊക്കെ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറ്. ഒക്കെ ഒന്ന് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ നിന്ന് വരുമ്പം ഒരു ആശ്വാസമായിരിക്കും, ഒരു വൃത്തിയുള്ളൊരു വീട്ടിൽ കയറി വന്നൊരു ആശ്വാസമായിരിക്കും. ആൻഡ് അധികം ക്ലീനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. സോ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് നമ്മളുടെ ഒരു ചെറിയ നാട്ടിലേക്കുള്ള ട്രാവൽ വ്ളോഗ്, അതിൻ്റെ കൂടെ ഒരു ഡീപ്പ് ക്ലീനിങ് ആൻഡ് എൻ്റെ ഒരു ഹെയർ കട്ടും. സോ വെൽക്കം ബാക്ക്. നമ്മൾ നാട്ടിൽ പോവുക എന്നുള്ള കാര്യം നമ്മളെ വീട് അറിഞ്ഞു തോന്നുന്നു. ഇന്ന് എന്താണെന്നറിയില്ല, പൊതുവെ സാധനങ്ങളൊന്നും അതാത് സ്ഥാനത്തല്ല ഞാൻ കാണുന്നത്. ഒന്ന് വൃത്തിയാക്കുമ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും കാണും. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കും എന്നാൽ ശരി, എന്നാൽ അതും കൂടി വൃത്തിയാക്കാം, എന്തായാലും ക്ലീനിങ് അല്ലേ, അപ്പോൾ പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന്. അങ്ങനെ ആക്കി കുറേ കാര്യങ്ങളുണ്ടായിരുന്നു വൃത്തിയാക്കാൻ. ഞാനൊരു സൈഡിൽ ചെയ്യുന്ന സമയത്ത് നവീൻ വേറൊരു സൈഡിൽ ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ 50-50 ആയിട്ടാണ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ക്ലീനിങ് മാത്രമല്ല, അതിൻ്റെ കൂടെ വേറെ കുറേ പണിയുണ്ട്. ഇന്ന് എനിക്കൊന്ന് ഹെയർ കട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അത് നടക്കുമോ എന്ന് കണ്ടറിയണം. എന്നിട്ട് നമ്മൾ ബാഗ് പാക്ക് ചെയ്തില്ല. സോ വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. ഇതൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓൾറെഡി 1 o'clock ഒക്കെ ആയിരുന്നു. എന്തായാലും ക്ലീനിങ് കാര്യങ്ങളൊക്കെ മോള് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ തീർക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാട്ടോ ഞാൻ തിരക്ക് പിടിച്ചൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണുമ്പം ഒരു സുഖം. ഇനി തിരിച്ചു വരുമ്പം ഇതേപോലെ വൃത്തിയിൽ വീട് കിടക്കും. അപ്പം നമുക്കും അധികം വർക്ക് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഭയങ്കര ഒരു സ്ട്രെസ് ആണ് വീട് വൃത്തിയേടായി ഇട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. എല്ലാ റൂമും, കിച്ചൺ, ഡ്രോയിങ് റൂം, നമ്മളെ 3 ബെഡ്റൂം എല്ലാം ക്ലീനാക്കി. ഏകദേശം എല്ലാ ഡിസംബർ ആകുമ്പോൾ ഞാനൊരു ഹെയർ കട്ട് ചെയ്യാറുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ന്യൂ ഇയർ ഒക്കെ വരാൻ പോവല്ലേ, അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ സ്റ്റൈല് നോക്കുന്നുണ്ടെങ്കിലും അതൊരു ഹെയർ വാഷിൽ തീരേണ്ട കാര്യമേ ഉള്ളൂ എന്ന് എനിക്ക് ആദ്യം അറിയാം. എന്താ ഇല്ലാത്തുള്ള ദേവു? അത് മറ്റേ അക്കയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയല്ല ഫസ്റ്റ് പേജ് ഇതാ. നോട്ട് ആരെ കാണിച്ചത്? പിന്നെ ഇങ്ങോട്ട് വാ. അവന് വിഷ് ചെയ്തോ? വാ, അവന് വിഷ് ചെയ്തോ? ഇല്ല. അവന് മുടി ഭംഗിയുണ്ടോ കട്ട് ചെയ്തിട്ട്? നിനക്കല്ല, അമ്മന്റെ മുടി എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടാ? നിനക്കും വേണോ? അഞ്ച് ചുമയുണ്ടോ? മുടി വേണോ? മുടി കട്ടേണോ? നമുക്ക് നാട്ടിൽ പോയിട്ട് ചെയ്യാം. നാട്ടിൽ പോയി എന്താ കിട്ടുക? അവക്ക് എല്ലാം കിട്ടൂലേ? മെറ്റീരിയൽ ഇല്ല. അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ സക്സസ്ഫുള്ളി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് മെയിൻ ഒരു കാര്യമാണ്, വിച്ച് ഇസ് പാക്കിംഗ്. അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇനി നമുക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറുണ്ട്. അതിനുള്ളിൽ പാക്ക് ചെയ്ത് തീർക്കണം. എന്നിട്ട് ഒരു 5-5:30 ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ക്ലീനിങ്ങും ഹെയർ കട്ടും ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തൊരു വലിയ ടാസ്ക്കാണ് പാക്കിംഗ്. ആ പാക്കിംഗ് ഇനി നമുക്ക് ഒരു 1.5 മണിക്കൂറേ ബാക്കിയുള്ളൂ, അതിൽ തീർക്കണം. മോളെ ഉറക്കി കിടത്തിയിട്ടായിരുന്നു ഞാൻ പാക്കിങ്ങിന് വന്ന് നോക്കുമ്പോൾ എന്താ അവൾ എണീച്ച് വന്നിരിക്കുക. പിന്നെ കുറച്ചു നേരം അവൾ മൂഡ് ഔട്ടായിരുന്നു. അവളുടെ മൂഡൊന്ന് ശരിയാവുന്ന വരെ ഞാൻ എടുത്തു. പിന്നെ TV കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ സിറ്റിംഗ് റൂമിൽ പോയി സോഫയിൽ കിടത്തി. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ പാക്കിംഗ് തുടങ്ങി. പാക്കിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ അവളുടെ വിളി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇനി പാക്ക് ചെയ്തില്ലെങ്കിൽ 1/2 മണിക്കൂർ അല്ലെ 1 മണിക്കൂർ കൊണ്ട് ഇറങ്ങേണ്ടി വരും. അത് പ്രശ്നമാവും. പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ മറന്നു പോകും ലാസ്റ്റ് മിനിറ്റ്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാണ് നോക്കി കൊണ്ടുപോകേണ്ട ബാഗൊക്കെ ഞാൻ സിറ്റിംഗ് റൂമിൽ സെറ്റാക്കി വെച്ചു.
അത് കഴിഞ്ഞ് ഞാൻ ആക്ച്വലി ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേങ്കിൽ അത് മറന്നു. അപ്പോൾ നമ്മൾ ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് വീഡിയോ എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ട്രാവലൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തി കൊച്ചിയിൽ. ഇവിടെയാണ് നവീൻ്റെ അമ്മയും അച്ഛനും ഉള്ളത്. സോ അവിടെ കുറച്ച് ദിവസം നിന്നിട്ട് പിന്നെ ഞാനും വാവയും കൂടി വന്ദേ ഭാരത് പിടിച്ചിട്ട് അങ്ങ് കണ്ണൂരിലേക്ക് പോകും. ഒരു വലിയ യാത്ര കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടിക്ക് നല്ല സന്തോഷമായിട്ടോ. പിന്നെ വേറെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അച്ഛനും അച്ഛമ്മയും കൂടിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഷൂസും ചോക്ലേറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൾ നാട്ടിലെത്തിയപ്പോൾ ചിക്കുവിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ചിക്കു ഓടിക്കേറി നവീൻ്റെ അടുത്ത് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.